എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. എൻ്റെ ഒരു ചില സുഹൃത്തുക്കൾ ഒരു 2-3 ദിവസമായി എന്നോട് ഒരു വിവരം അന്വേഷിക്കായിരുന്ന അഭിപ്രായവും ഈ എമ്പുരാൻ എന്ന പടത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന്. ഞാൻ എമ്പുരാൻ കണ്ടില്ല, കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം മുൻകാലങ്ങളിൽ പടങ്ങൾ ഒത്തിരി ബിഫോർ 15 years പടങ്ങൾ കാണുമായിരുന്നു. പിന്നെ ഉള്ള പടങ്ങൾ കാണുമ്പോൾ ആ പടം തുടങ്ങി ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ അതിൻ്റെ ത്രെഡ് കാണുമ്പോൾ ഇതിൻ്റെ എൻ്റെ ഇതായിരിക്കും, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. ദെൻ കലാമൂല്യങ്ങളുള്ള പടങ്ങളെ പിന്നെ കാണാൻ സാധിച്ചിട്ടില്ല. കാരണം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ തോന്നുന്നത്, ഇന്ന് കുടുംബസമേതം ഒരു തിയേറ്ററിൽ പോയി കാണാൻ പാകത്തിനുള്ള ഒരു സിനിമ പോലും ഇന്ന് മലയാളത്തിനില്ല. അതിൽ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ആരും അത് മനസ്സിലാക്കുന്നില്ല. നമ്മളൊക്കെ കണ്ടത് തിക്രൂശി, സത്യൻ, പ്രേമനസീർ, അടൂർ ഭാസി, ബാലൻ കെ നായർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ദെൻ നരേന്ദ്രപ്രസാദ്, തിലകൻ, കൊട്ടാരക്കര, അങ്ങനെ പോണു. നമ്മുടെ മുരളി, ഒരു അന്തമില്ലാത്ത അധികം നമ്മുടെ കലാകാരന്മാർ നമ്മുടെ മലയാള സിനിമയ്ക്കുണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാം നമ്മെ വിട്ടുപോയി. ബട്ട് ഏതാണ്ട് തിലകൻ, കൃഷി, സുകുമാരൻ അവരോടൊപ്പം ഏതാണ്ട് അഭിനയം തുടങ്ങിയിരുന്ന അവരാണ് ഇന്നത്തെ നമ്മുടെ മെഗാസ്റ്റാറായി അറിയുന്ന 1-2 പേർ. അതിൽ മമ്മൂട്ടിയും മോഹൻലാലും അതിൽപ്പെടും. എനിക്ക് മമ്മൂട്ടിയോടും മോഹൻലാലിനോട് മാത്രം പറയാനുള്ളതാണ്. മറ്റേ ഈ പുതിയ ആൾക്കാരെ ഒന്നും എനിക്ക് അവരുടെ പേരുകൾ തന്നെ ശരിക്കും അറിയില്ല. കാരണം ഞാൻ സിനിമ ശ്രദ്ധിക്കാറില്ല. കാരണം ശ്രദ്ധിച്ചില്ലെങ്കിലും അതിൻ്റെ കഥകളും അതിൻ്റെ ഇതൊക്കെ ഏതാണ്ട് അറിയാതില്ല, അതൊക്കെ അറിയുന്നുണ്ട്. എനിക്ക് മമ്മൂട്ടിയോടും മോഹൻലാലിനോട് പറയണം, നിങ്ങളൊന്ന് വിചാരിക്കണം, നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഹൈപ്പ് നിങ്ങളുടെ ഇന്നത്തെ പടത്തിൽ നിന്നും ഇപ്പോൾ ഇറങ്ങിയ പടത്തിൽ നിന്നും ഒന്നുമല്ല. നിങ്ങളായത് നിങ്ങളുടെ പഴയ കാലത്തെ കഥാപാത്രങ്ങൾ കൂടി മാത്രമാണ്. അതിൽ കൂടി മാത്രമേ നിങ്ങളറിയൂ. അതിൽ കൂടിയാണ് നിങ്ങളെ പ്രസക്തരാക്കിയത്. അതിൽ കൂടിയാണ് ജനം ഇന്ന് നിങ്ങളെ സ്മരിക്കുന്നത്. കാര്യം നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല. ആരെങ്കിലും വന്ന് കുറച്ച് കോടികൾ നിങ്ങളുടെ കയ്യിൽ തന്നൊക്കെ വെച്ചാൽ ലക്ഷങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഭിനയിക്കും. പക്ഷേ ആ കഥാമൂല്യങ്ങൾ, നിങ്ങളെടുക്കുന്ന ആ അഭിനയം, അതിൽ ജനങ്ങൾക്ക് എന്താണ് കിട്ടുന്നത്, പബ്ലിക്കിന് എന്താണുള്ളതെന്ന് നിങ്ങൾ അന്വേഷിക്കാറില്ല. നിങ്ങളും കമ്മേഴ്ഷ്യലാണ്. അഫ്കോഴ്സ് ഞാനതിന് തെറ്റു പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും മനസാക്ഷി എന്നുള്ള ഒന്നുണ്ട്. അത് നമ്മളൊന്ന് ഓർക്കണം. നാം അഭിനയിക്കുന്ന ഈ പടം പബ്ലിക് കാണണം. ഈ മമ്മൂട്ടിയും മോഹൻലാലുമൊക്കെ അഭിനയിച്ച ഒത്തിരി പടങ്ങൾ ഞാൻ മുൻകാലം കാണാം. ഐ എം എ ഫാൻ ഓഫ് ദാറ്റ്. ഒരുപാട് കാണും. അതിൻ്റെ 7 അയൽവക്കത്ത് വരിയില്ല ഇപ്പോൾ നിങ്ങളുടെ അഭിനയവും നിങ്ങളുടെ ജീവിതവും ഒക്കെ, നിങ്ങളുടെ അഭിനയ ശൈലി. കാരണം നിങ്ങൾക്ക് ഇന്നത്തെ ഏതെങ്കിലും ഈ കുറേ ന്യൂ ജനറേഷൻ കുറേ സംവിധായകരുണ്ടല്ലോ, കുറേ ഡയറക്ടേഴ്സ്, അവരിൽ നിങ്ങൾ പെട്ടുപോകണം. കാര്യം കഥയുമില്ല, മ്യൂസിക്കുമില്ല, ഒന്നുമില്ല. എവിടെയെങ്കിലും കുറച്ച് പൈസ ആരെങ്കിലും കിട്ടും, കള്ളപ്പണം ആരെങ്കിലും കൊണ്ട് കൊടുക്കും, അത് വെച്ചിട്ട് അങ്ങോട്ട് പടം തട്ടിക്കൂട്ടും. അതിൽ 2 മെഗാസ്റ്റാറിൻ്റെ ഏതെങ്കിലും ഒരു മെഗാസ്റ്റാറിൻ്റെ പേരിട്ട് ആൾക്കാരങ്ങ് ജനം ഇടിച്ച് കയറും. പിന്നെ അവരുടെ കുറച്ച് ഫാൻസും. ഇതിപ്പോൾ എമ്പുരാൻ എന്താ സംഭവിച്ചത്? എമ്പുരാൻ നാണക്കേടാണ്. ഇന്നലെ ഞാനൊരു സീൻ കണ്ടായിരുന്നു. ഒരു തിയേറ്ററിൽ ഈ എമ്പുരാൻ കണ്ട് ഇറങ്ങി വന്ന 2 പേരോട് ഒരു ചാനലിൻ്റെ ആൾ ചോദിച്ചു, എങ്ങനെയുണ്ട് പടം? പറയുന്നത് ശുദ്ധ ബോറത്തരായിപ്പോന്നു, വെറുതെ വേസ്റ്റായിപ്പോയി കൊടുത്ത കാശ്. സാരമില്ല, കുറച്ച് ചൂട് കൊള്ളാതെ ആ AC റൂമിലിരിക്കാൻ പറ്റി. അപ്പോൾ ചോദിച്ചു, മോഹൻലാൽ വെറും പൊളിയായിപ്പോയെന്ന് പറഞ്ഞു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഡയലോഗില്ല, വളരെ മോശമായി. ഇത് കേട്ട് ഈ മോഹൻലാൽ ഫാൻസ് ആരെന്നിരുന്ന് ഇവരെ തല്ലാൻ പോവുകയായിരുന്നു. നീ എങ്ങനെയാണ് മോഹൻലാലിനെ പറയാൻ? മോഹൻലാൽ ഞങ്ങളുടെ ചങ്കാണ്, കരളാണ്. എന്തോരം വൈ
അത്ര മോശമായ ലെവലിൽ നമ്മുടെ മലയാളീസ് അതമ്പതിച്ച് പോയല്ലോ. പിന്നെ ഞാൻ കേട്ടത് ഏണ്ട് ഈ എമ്പുരാനിൽ ഒരു പടത്തിൻ്റെ പകുതി കഴിഞ്ഞാൽ പിന്നെ മർഡറും കത്തിക്കുത്തും അടിയും എക്സ്പ്ലോഷൻ ഇതൊക്കെ എല്ലാം ഇത് കാണിക്കുന്നു. പൃഥ്വിരാജിനോട് ഒന്ന് പറഞ്ഞ, പൃഥ്വിരാജ് നിങ്ങൾ നല്ലൊരു അഭിനയിക്കുന്ന ഒരാളാണ്, ഏറ്റവും ബെസ്റ്റ്, നിങ്ങളതിൽ ഒരുപാട് ഷൈൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പടം ചെയ്യണമെന്ന് ആഗ്രഹം, നിങ്ങൾ ലൂസിഫർ പടം ചെയ്തു, നന്നായിട്ടുണ്ട് വളരെ. പക്ഷേ മറ്റൊന്ന് ചെയ്തപ്പോൾ ആ ലൂസിഫറിൻ്റെ ആ ഒരു ഇതിൽ അതിനും വലുതായിട്ട് വന്നൊരു ഓവർ കോൺഫിഡൻറ്റ് നിങ്ങളെ താളം തെറ്റിച്ചു. അത്ര വേണ്ടിയില്ലായിരുന്നു. എപ്പോഴും ഈശ്വരൻ ഒരു ചാൻസ് ആർക്കും കൊടുക്കും, പക്ഷേ ആ ചാൻസിന് അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കരുത്. ഇത് അഡ്വാൻറ്റേജ് എടുത്തതിൻ്റെ ഒരു ഫലമാണ്. അതുപോലെ തന്നെ എനിക്ക് മോഹൻലാലിനോട് ഒന്നും പറയാനില്ല, അയാളൊരു പാവത്താനാണ്. പക്ഷേ മോഹൻലാൽ ഒന്ന് ചിന്തിക്കേണ്ടത്, നിങ്ങൾ മോഹൻലാൽ എന്നറിയുന്നത് ഇങ്ങനെയുള്ള ഇമാതിരി ഈ പടങ്ങൾ കൂടെ അല്ല. നിങ്ങളൊന്ന് മോഹൻലാലും മമ്മൂട്ടിയും ഒന്ന് വിചാരിച്ചാൽ നിങ്ങളെല്ലാം ജനം അറിയുന്നത് നിങ്ങളുടെ പഴയകാല സിനിമകളിൽ കൂടി മാത്രമേ ജനം നിങ്ങൾ ഓർക്കുന്നുള്ളൂ. അത് പഴയകാല സംവിധായകർ, കഥാകൃത്തുക്കൾ, മ്യൂസിക് ഡയറക്ടേഴ്സ്, അവരുടെ പാട്ടുകൾ, അവരുടെ കഥകൾ, അവരുടെ ഡയലോഗ്, അതെല്ലാം നിങ്ങൾ അതിലേക്കൊക്കെ ഒന്ന് ചിന്തിക്കണമായിരുന്നു. ഇതെല്ലാം മറന്നു കഴിഞ്ഞ് നിങ്ങളിപ്പോൾ എന്താ ഈ കുറേ ഈ ഇൻസ്റ്റൻറ്റ് പിള്ളേരുണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ കഞ്ചാവ് ടീമാണ്. കഞ്ചാവും മയക്കുമരുന്നിൻ്റെ ഉടമകളാണ് സിനിമ ഉണ്ടാക്കാൻ നടക്കുന്നത്. അവിടുത്തെ ഒത്തിരി കാശം കാണുന്നത് എവിടെ നിന്ന് കിട്ടുകയെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിലൊന്നും അവരുടെ വലയിൽ പെടാതിരിക്കുക. നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഒരിക്കലും നിങ്ങളുടെ പേര് മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുക, മറ്റുള്ളവർ നിങ്ങളുടെ പേരിനെ ഇല്ലാതാക്കുക, അവരുമായിട്ട് കുറച്ച് അകന്ന് നിൽക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രസക്തി ദൈവം തന്നിട്ടുണ്ട്, മനുഷ്യർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനെ കാത്തു സൂക്ഷിക്കുക. അതിങ്ങനെയുള്ള പടങ്ങളിൽ കൊണ്ട് നിങ്ങളുടെ പേരിനെ ഇല്ലാതാക്കരുത്. നമ്മൾ കേരളീയരാണ്, ബുദ്ധിശാലികളാണ്. പിന്നെ ഇപ്പോഴത്തുള്ള കുറച്ച് യങ്സ്റ്റേഴ്സ് ഉണ്ട്, കുറച്ച് ഫാൻസ് എന്നും പറഞ്ഞ് നടന്നിട്ടുണ്ട്. ബോധമില്ല, ഒന്നുമില്ല, എവിടെയും സിനിമ നടന്നാൽ സിനിമ തുടങ്ങുന്നതെന്ന് അവർക്ക് അങ്ങനെ ഒരു 5 വർഷം ജീവിക്കാം. അങ്ങനെ സ്വന്തം ജോലി ചെയ്ത് ജീവിക്കുന്നവരെന്നല്ല ഈ ഫാൻസ് എന്ന് പറയുന്നവർ. ചിലപ്പോൾ നടന്മാർ വല്ലതും കൊടുക്കുമായിരിക്കും, എനിക്കറിയില്ല അതിനെപ്പറ്റി. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയുന്നു, എംബ്രാനെ വളരെ മോശമായിട്ട് ഞാൻ പറയുന്നില്ല, മോശമല്ലെന്നും പറയുന്നില്ല. പക്ഷേ കേട്ടിടത്തോളം സങ്കടം തോന്നിയത് മോഹൻലാലിന് പറ്റിയ റോളല്ലായിരുന്നു അത്. മോഹൻലാൽ അഭിനയിക്കേണ്ട പടവുമല്ലായിരുന്നു. അതങ്ങനെ ഒന്നും കാണാനില്ല. കുറേ വയലൻസും കുറേ ഐ ഡോണ്ട് നോ, നിങ്ങൾ എന്ത് സന്ദേശമാണ് കൊടുത്തത്? ഞാൻ ഈ സംവിധായകൻ പൃഥ്വിരാജിനോട് ചോദിക്കും, നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ ലോകത്തിന് കൊടുക്കുന്നത്, കേരള ജനതയ്ക്ക് കൊടുക്കുന്നത്, പുതിയ ജനറേഷൻ കൊടുക്കുന്നത്? നിങ്ങൾ എന്ത് ജനറേഷൻ, നിങ്ങൾ എന്താണ് കൊടുക്കുന്നത്? ഇനിയെങ്കിലും മേലാൽ അങ്ങനെയുള്ള പോഴത്തരം ചെയ്യാതിരിക്കുക. സങ്കടമുണ്ട്. നിങ്ങളുടെ ഫാദറിനെയൊക്കെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നതാണ് ഞങ്ങൾ. ഞങ്ങൾക്കും പടമായിട്ട് ചെറിയൊരു ബന്ധങ്ങളുണ്ട്. ഒരു പടവും കൊടുത്തു, അതിന് പണിയും കിട്ടി കേട്ടോ. അത് ഈ ചീഞ്ഞു നാറിയ കുറേ വ്യവസ്ഥകളുണ്ടല്ലോ ഇവിടെ, കുറേ മോശമായിട്ടുള്ള, അതിൽ ഞങ്ങളിപ്പോൾ അതിൻ്റെ നഷ്ടത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, അത് പോട്ടെ. കാരണം ഈ ലോകത്തെ ഈ പടത്തെക്കുറിച്ച് നല്ലതുപോലെ അത് ചെന്നൈയിലും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഞാൻ അറിയുന്നവർ. അവരെല്ലായിട്ടും നമുക്ക് ഇപ്പോഴും കോൺടാക്ട്സ് ഉണ്ട്. പക്ഷേ മലയാള സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഇടത്തിൽ എല്ലാവരും പോയി ഇപ്പം മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്നതോടൊപ്പം പടം അഭിനയിച്ച് ഇപ്പോഴുള്ളവരിൽ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അത് മമ്മൂട്ടി, മോഹൻലാൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ. പിന്നെ നമ്മുടെ മണിയം പിള്ള രാജു, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. മറ്റുള്ളവരെല്ലാം നമ്മളെയൊക്കെ വിട്ടു പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങളുടെ ആ പോയ കാലങ്ങളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരിക. മൂല്യമുള്ള സിനിമകൾ അഭിനയിക്കാൻ ശ്രമിക്കുക. മൂല്യമില്ലാത്ത കഥാപാത്രങ്ങളെ ഉപേക്ഷിക്കുക. മൂല്യമില്ലാത്ത കഥാകൃത്തുക്കളെ കാണാതിരിക്കുക. വിവരം കെട്ട മ്യൂസിക്കിൻ്റെ അർത്ഥമറിയാത്ത കുറേ ഈ ഡ്രമ്മ്, ഈ പാട്ട് കയറിൽ കെട്ടി തൂക്കി ഹാമറിട്ട് അടിച്ച് മ്യൂസിക് ഉണ്ടാക്കുന്ന മ്യൂസിക് ഡയറക്ടർമാരുടെ അതിലേക്ക് ഒന്നും അഭിനയിക്കാതിരിക്കുക. നല്ല ശുദ്ധ സംഗീതം വേണം, നല്ല കഥ വേണം, കുടുംബമായി പോയി കാണാൻ ആസ്വദിക്കുക എന്നുള്ള ഇത്. നിങ്ങളുടെ പടം കണ്ടാൽ കള്ളടിക്കാത്തവനും കള്ളടിക്കും, മയക്കുമരുന്ന് ഉപയോഗിക്കാത്തവനും അവൻ ഉപയോഗിക്കും, കഞ്ചാവ് അടിക്കാത്തവനും കഞ്ചാവ്, ഇല്ലെങ്കിൽ അവൻ ബീഡിയെങ്കിലും വലിക്കും. സോ ഞാൻ കൈയെടുത്ത് തൊഴുത് നിങ്ങളുടെ പറയാണ്, മോഹൻലാൽ
ദെൻ നമ്മുടെ മമ്മൂട്ടി, നിങ്ങൾ ദയവ് ചെയ്ത് മൂല്യമുള്ള കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുക്കുക. നിങ്ങൾ എത്രയോ കഥാപാത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. വി ആർ പ്രൗഡ് ഓഫ് ദാറ്റ്. വി ലവ് യു പീപ്പിൾ ആൾ. അതിനെ നിങ്ങൾ തകർത്ത് കളയരുത്. നിങ്ങൾ തോൽക്കാൻ പാടില്ല. നിങ്ങൾ തോൽക്കാന്ന് വെച്ചാൽ ഞങ്ങൾ തോൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ തോൽപ്പിക്കാൻ വരുന്ന ജീവികളൊന്ന് മാറ്റി നിർത്തുക. ഒപ്പം പൃഥ്വിരാജിനോടൊരു കാര്യം, പൃഥ്വിരാജ് നമുക്ക് പറ്റിയ പണിയല്ല ഇത്. ആദ്യം ഒന്ന് സക്സസ് ആയി, ആ അഭിനയത്തിലോട്ട് മടങ്ങുക. ദാറ്റ് ഈസ് എ ഗുഡ് ഫോർ യു. അച്ഛൻ്റെ പേര് കളയാതിരിക്കുക. താങ്ക് യു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കൂടി.